യോഗിനി ദേവതകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഡാകിനി, രാഗിനി എന്നീ യോഗിനികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. മറ്റ് യോഗിനികളെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. 101 മുതൽ 105 വരെയുള്ള ശ്ലോകങ്ങളിൽ 491 മുതൽ 511 വരെ നാമങ്ങളിലൂടെ നമുക്ക് യോഗിനികളെക്കുറിച്ച് മനസ്സിലാക്കാം. 101 ശ്ലോകം. കാളരാത്ര്യാദിശക്ത്യൗഘവ്രതാ സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാ സ്വരൂപിണി. കാളരാത്ര്യാദി ശക്ത്യൗഘവ്രത, കാളരാത്രി മുതലായ ശക്തികളുടെ സമൂഹത്താൽ ചുറ്റപ്പെട്ടവളെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. രാഗിണി ദേവിയുടെ സ്ഥാനം അനാഹത ചക്രത്തിലുള്ള 12 ദളങ്ങളുള്ള പത്മത്തിലാണ് എന്ന് 485 നാമത്തിൽ കണ്ടുവല്ലോ. ഈ പത്മത്തിൻ്റെ ദളങ്ങളിലുള്ള മറ്റു ദേവികളാൽ ചുറ്റപ്പെട്ടവളെന്നാണ് ഇതിൻ്റെ സാരം. ഈ ദേവികളുടെ പേരുകൾ കാളരാത്രി, ഖണ്ഡിത, ഗായത്രി, ഖണ്ഡാകർഷിണി, ങ്ങാർണ, ചണ്ഡ, ഛായ, ജയ, ഝകാരിണി, ജ്ഞാനരൂപ, ടങ്കഹസ്ത, ഠങ്കാരിണി എന്നാണ്. സ്നിഗ്ധൗദനപ്രിയ, സ്നിഗ്ധമായ ഓദാനമെന്ന് അർത്ഥം പറയുന്നു. ഓദാനമെന്നാൽ വേവിച്ച അരി എന്നാണ് അർത്ഥം. അപ്പോൾ ദേവിയെ ഈ നാമം കൊണ്ട് നെയ്യ്, അതായത് സ്നിഗ്ധം ധാരാളം ചേർത്ത അന്നം, അപ്പം, ധാരാളം പുളി ചേർക്കുന്ന പുളിച്ചോർ, നെയ്പായസം എന്നിവ വളരെയധികം ഇഷ്ടമുള്ളവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. മഹാവീരേന്ദ്രവരദ, മഹാവീരൻ എന്നതിനെ പ്രഹ്ലാദൻ എന്ന് വ്യാഖ്യാനിക്കാമത്രേ. അപ്പോൾ ദേവിയെ പ്രഹ്ലാദനും ദേവേന്ദ്രനും വരം നൽകിയവൾ എന്ന് പറയാം. ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവർക്ക് വരം നൽകിയവൾ എന്നും അർത്ഥം കാണാം. സോമയാഗത്തിൽ സോമരസം വയ്ക്കുന്ന പാത്രത്തിന് മഹാവീരമെന്ന് പറയും. ആ പാത്രം കയ്യിലെടുത്തവൻ മഹാവീരൻ. ആ മഹാവീരന് വരം കൊടുത്തവൾ എന്നും അർത്ഥമുണ്ട്. രാഗിണ്യംബാ സ്വരൂപിണി, ദേവി രാഗിണീ ദേവിയുടെ സ്വരൂപമുള്ളവളാണ് എന്ന ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. 102 ശ്ലോകം. മണിപൂരാബ്ജനിലയാ വദനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമര്യാദിഭിരാവൃത. മണിപൂരാബ്ജനിലയ, ദേവി മണിപൂരചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് എന്നിവിടെ പറയുന്നു. സുഷുമ്നയിൽ നാഭിക്ക് പിറകിൽ 10 ദളങ്ങളുള്ള താമര പോലത്തെ ചക്രമാണ് മണിപൂരചക്രം. ആ താമരയുടെ കർണികയിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. വദനത്രയ സംയുത, 3 മുഖങ്ങളുള്ളവളാണ് ദേവി എന്ന് പറയുന്നു. ആകാശം, വായു, അഗ്നി എന്നീ 3 ഭൂതതത്വങ്ങളെ സങ്കല്പിച്ച 3 മുഖങ്ങളോട് കൂടിയവളാണ് മണിപൂര ചക്രത്തിൽ വിളങ്ങുന്ന ലാഗിനി ദേവി എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു. വജ്രാധികായുധോപേത, ദേവി വജ്രം തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയവളാണെന്ന് വിശേഷിപ്പിക്കുന്നു. വജ്രം, ശക്തി, ദണ്ഡം, അഭയം എന്നിവയാണ് ഈ ആയുധങ്ങൾ. ഡാമര്യാദിഭിരാവൃത, ഡാമരി തുടങ്ങിയ ദേവികളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവി എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. ഡാമരി, ഢങ്കാരിണി, ണാർണ, താമസി, സ്ഥാണ്വി, ദാക്ഷായണി, ധാത്രി, നാരി, പാർവതി, ഫട്കാരിണി എന്നിവരാണ് ഈ ദേവിമാർ, 10 ദേവിമാർ. 103 ശ്ലോകം. രക്തവർണാ മാംസനിഷ്ഠാ ഗുഡാന്നപ്രീതമാനസ സമസ്തഭക്തസുഖദ ലാകിന്യംബാ സ്വരൂപിണി. രക്തവർണ, ലാഗിനി ദേവിയുടെ നിറം ചുവപ്പാണെന്ന് പറയുന്നു. രക്തനിറമുള്ളവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. മാംസനിഷ്ഠ, മാംസധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് പറയുന്നു. ദേവിയുടെ 500ാമത്തെ നാമമാണ് മാംസനിഷ്ഠ എന്നത്. 5ാം ശതകം കഴിഞ്ഞു. ഗുഡാന്നപ്രീതമാനസ, ഗുഡം ശർക്കര, അതുകൊണ്ട് ശർക്കര ഇട്ട് പാകം ചെയ്ത അന്നം, ശർക്കര പായസം കൊണ്ട് സന്തുഷ്ടയാകുന്നവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. ലാഗിനി ദേവിക്ക് ശർക്കര പായസം നൈവേദ്യമാണ് പ്രധാനം. സമസ്ത ഭക്തസുഖത, ഈ നാമത്തിൻ്റെ അർത്ഥം എല്ലാ ഭക്തന്മാർക്കും സുഖം നൽകുന്നവളാണ് ദേവി എന്നാണ്. മനുഷ്യർക്കും ദേവന്മാർക്കും അസുരന്മാർക്കും അവരുടെ ശ്രദ്ധാഭക്തി അനുസരിച്ച് ദേവി സുഖം നൽകുന്നു.
ലാകിന്യംബാ സ്വരൂപിണി. ലാകിനി ദേവിയുടെ രൂപത്തോടു കൂടിയവളാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി എന്നാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. 104 ശ്ലോകം. സ്വാധിഷ്ഠാനാംബുജഗദാ ചതുർവക്ത്രമനോഹര ശൂലാദ്യായുധസമ്പന്ന പീതവർണാതിഗർവിത. സ്വാധിഷ്ഠാനാംബുജഗദ, താമര പോലെയുള്ള സ്വാധിഷ്ഠാന ചക്രത്തിൽ ഇരിക്കുന്നവളെന്ന് ദേവിയെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ദേവി സ്വാധിഷ്ഠാന ചക്രത്തിൽ കാകിനി എന്ന യോഗിനിയുടെ രൂപത്തിലാണ് കുടികൊള്ളുന്നത്. നാഭിക്കും മൂലാധാരത്തിനുമിടയിലുള്ള ലിംഗസ്ഥാനത്താണ് ഈ ചക്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർവക്ത്ര മനോഹര, 4 മുഖങ്ങളോടെ മനോഹരിയായവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. 4 മുഖങ്ങൾ 4 ഭൂത തന്മാത്രകളെ പ്രതീകമാക്കുന്നു. ആകാശം, വായു, അഗ്നി, ജല തത്വമായ രസം എന്നിവയാണ് ഈ 4 ഭൂതങ്ങൾ. ശൂലാദ്യായുധ സമ്പന്ന, ശൂലം തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയവളാണ് ദേവിയെന്ന് പറയുന്നു. കാകിനി ദേവിയുടെ 4 കൈകളിൽ ത്രിശൂലം, പാശം, കപാലം, അഭയം എന്നിവയാണ് ആയുധങ്ങൾ. പീതവർണാതിഗർവിത, ഈ നാമം പീതവർണ എന്നും അതിഗർവിത എന്നും മനസ്സിലാക്കണം. പീതം എന്നാൽ മഞ്ഞ, അതുകൊണ്ട് മഞ്ഞ നിറത്തോടു കൂടിയവളാണ് കാകിനി ദേവി എന്ന് പറയുന്നു. അതിഗർവിത എന്നാൽ അതിയായ അഹങ്കാരമുള്ളവളെന്ന് അർത്ഥം വരുന്നു. ദേവി വസിക്കുന്നത് കൊഴുപ്പ് ധാതുവിലാണ്. അതിലഭിമാനിയാണ് ദേവിയെന്ന് പറയുന്നു. അതുകൊണ്ടാവാം ദേവിയെ അതിഗർവിത എന്ന് വിളിക്കുന്നത്. 105 ശ്ലോകം. മേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്നാസക്തഹൃദയ കാകിനി രൂപധാരിണി. മേധോനിഷ്ഠ, മേധസ്സിൽ അതായത് കൊഴുപ്പിൽ സ്ഥിതി ചെയ്യുന്നവളാണ് കാകിനി ദേവി എന്നാണ് പറയുന്നത്. മധുപ്രീത, തേൻ പ്രിയമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. തേൻ ചേർത്ത നിവേദ്യങ്ങൾ, അതായത് ത്രിമധുരം, ചെറുതേൻ, പാനകം മുതലായവ ദേവിയെ അത്യന്തം സന്തുഷ്ടയാക്കുന്നു. മധു എന്നതിന് മദ്യമെന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ദേവിയെ മദ്യം ഇഷ്ടപ്പെടുന്നവളെന്നും ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കാം. ബന്ധിന്യാദി സമന്വിത, ബന്ധിനി തുടങ്ങിയ ശക്തികളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവിയെന്ന് അർത്ഥം വരുന്നു. ബന്ധിനി, ഭദ്രകാളി, മഹാമായ, യശസ്വിനി, രക്ത, ലംബോഷ്ഠി എന്നിവരാണ് ഈ ശക്തികൾ. ദധ്യന്നാസക്ത ഹൃദയ, തൈര് ചേർത്ത അന്നമാണ് ദധ്യന്നം. ദേവി തൈര് ചേർത്ത അന്നം വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്നവളാണ് എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. കാകിനി ദേവിയുടെ ഇഷ്ട നൈവേദ്യം തൈര് ചേർത്ത് ഇളക്കിയ ചോറാണ്. കാകിനി രൂപധാരിണി, ശ്രീ ലളിതാ ത്രിപുരസുന്ദരി കാകിനി ദേവിയുടെ രൂപത്തിലുള്ളവളാണ് എന്നാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. രാഗിനി, ലാകിനി, കാകിനി എന്നീ യോഗിനികളെക്കുറിച്ചും അവരുടെ കൂടെയുള്ള മറ്റു ശക്തി ദേവതകളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദേവിയുടെ 513 നാമങ്ങൾ കഴിഞ്ഞു, അതായത് പകുതിയിലധികം. നമുക്കിനി ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. കാളരാത്ര്യാദിശക്ത്യൗഘവ്രത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാ സ്വരൂപിണി. മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമര്യാദിഭിരാവൃത. രക്തവർണാ മാംസനിഷ്ഠാ ഗുഡാന്നപ്രീതമാനസ സമസ്തഭക്തസുഖദ ലാകിന്യംബാ സ്വരൂപിണി. സ്വാധിഷ്ഠാനാംബുജഗദാ ചതുർവക്ത്രമനോഹര ശൂലാദ്യായുധസമ്പന്ന പീതവർണാതിഗർവിത. മേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്നാസക്തഹൃദയ കാകിനി രൂപധാരിണി. കൂടുതൽ നാമങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം.